ഹായ് ഹലോ പൂമുറ്റൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്കി ബാമ്പു ചെടിയെക്കുറിച്ചാണ്. ലക്കി ബാമ്പു ശരിക്കും ഭാഗ്യം കൊണ്ടുവരുമോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഓരോ തണ്ടുകൾക്കും പ്രത്യേകതയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. മണ്ണിലും വെള്ളത്തിലൊക്കെ വെച്ച് വളർത്താറുണ്ട്. വളരെ വേഗം തന്നെ ആരോഗ്യത്തോടെ വളരുന്ന നല്ലൊരു ചെടിയാണ് ലക്കി ബാമ്പു. ഇന്ന് നമ്മുടെ വീഡിയോ ലക്കി ബാമ്പുവിൻ്റെ വിശേഷങ്ങളാണ്. ഇതുവരെ പൂമുറ്റൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തേക്കണേ. നമ്മൾ ചെടികളെക്കുറിച്ച് വിശ്വസനീയമായ അറിവുകൾ, പരിപാലന രീതി, പുതിയ ഇനങ്ങൾ, നഴ്സറി വിശേഷങ്ങളൊക്കെ പറയുന്നൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ ലക്കി ബാമ്പുവിനെ കുറച്ച് കാര്യങ്ങൾ പറയാവേ. സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ. ലക്കി ബാമ്പു നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊരു മുളയാണെന്നല്ലേ. ശരിക്കും ഇത് മുളയല്ല, ഇത് ഡ്രസിനിയ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. പിന്നെ ശരിക്കും ഇതിൻ്റെ ജന്മദേശമൊക്കെ വരുന്നത് ആഫ്രിക്കയാണ്. ചൈനയിലൊക്കെ ഇതിൻ്റെ വ്യാപക കൃഷി തന്നെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളരെ വ്യാപകമായിട്ട് വെക്കുന്ന ഒരു ചെടിയാണ്. വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ നന്നായിട്ട് വളരാൻ കഴിയുക ലക്കി ബാമ്പുവിന്. നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമില്ല. ഒരു ലൈറ്റ്, ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഈ ലക്കി ബാമ്പിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒക്കെ വളർത്താവേ. പിന്നെ നല്ല ശുദ്ധജലത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വളരാറുണ്ട്. ക്ലോറിൻ വെള്ളമാകുമ്പോൾ വളർച്ച കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ലക്കി ബാമ്പു ലെക്ക് വരാൻ വേണ്ടി നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് വെള്ളം മാറ്റി കൊടുക്കണം. വെള്ളം മാറ്റുന്നതോടൊപ്പം ഇതിൻ്റെ വേരും എല്ലാം, ഇതിൽ സ്റ്റോൺസ് ഒക്കെ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകി കൊടുക്കണം. പിന്നെ നമുക്ക് ഭാഗ്യം വരണമെങ്കിൽ നമ്മൾ കിഴക്ക് ഭാഗത്താണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് സെറ്റ് ചെയ്താലാണ് ശരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഭാഗ്യം അട്രാക്റ്റ് ചെയ്യുക. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല, പക്ഷേ ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഭാഗ്യം വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടുക, അതേപോലെ തന്നെ ലോട്ടറി അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് ഭാഗ്യം വന്നതായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെയും നമുക്ക് വിശ്വസിക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് കുറേ ആൾക്കാർ അനുഭവം ഉള്ളതുകൊണ്ടാണ് പലരും ഇത് വിശ്വസിക്കുന്നത്. പിന്നെ ഇലകൾ നല്ല മണ്ണൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ തുടച്ചു വിടുന്നത് നല്ല കളറായിട്ട് നിൽക്കുക കേട്ടോ. മഞ്ഞ നിറമാവാറുണ്ട് ഇലകൾക്ക്. അപ്പോൾ ഒന്ന് ഇത് വെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അധികം വളമൊന്നും ചെടിക്ക് ആവശ്യമില്ല. വീടിൻ്റെ അലങ്കാരത്തിന് നല്ല മികച്ച ഒരു ചെടിയാണ്. ഓഫീസിലും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ചെടിയാണ് ലക്കി ബാമ്പു. പിന്നെ നമ്മൾ ആർക്കെങ്കിലും സമ്മാനമായിട്ട് നൽകുകയാണെങ്കിൽ ആ സമ്മാനം കിട്ടുന്നവർക്ക് ഭയങ്കര ലക്കാണ് കേട്ടോ. അത് കൊടുക്കുമ്പോൾ നമ്മളെ ഭാഗ്യം പോയി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നൽകുകയും അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ രണ്ടു പേർക്കും അഭിവൃദ്ധിയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ് കിട്ടുന്നത്. അപ്പം നമുക്കിതൊരു ഹൗസ് വാമിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഓരോ തണ്ടിനും പ്രത്യേകത ഉണ്ട്. 4 തണ്ട് നിങ്ങൾ വെക്കരുത്, ബാക്കി എല്ലാ തണ്ടുകളും വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഒരു തണ്ട് വെക്കാനുള്ള സാഹചര്യം ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ലളിതമായ ഒരു ജീവിതവും നല്ലൊരു തുടക്കമൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു തണ്ടിന് ആണ് ഉദ്ദേശിക്കുന്നത്. 2 തണ്ടാണെങ്കിൽ സ്നേഹവും ദാമ്പത്യ ഐക്യമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. 3 തണ്ട് സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 തണ്ടൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ ലക്കി ബാമ്പു നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 8 തണ്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. തണ്ടിന് 15 രൂപയാണ്. അങ്ങനെ 8 തണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ 100 രൂപയ്ക്കാണ് 8 തണ്ട് കൊടുക്കുന്നത്. സെറ്റ് ചെയ്ത തണ്ടുകൾ 8 തണ്ട് ഒരുമിച്ചായിട്ട് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ 6 തണ്ടുകളൊക്കെ ആണെങ്കിൽ സാമ്പത്തിക വളർച്ചയാണ്. 7 തണ്ട് നല്ല ആരോഗ്യമാണ്. 8 എന്ന് പറഞ്ഞാൽ വളർച്ചയും പുരോഗതിയുമാണ്. നല്ലതാണ്. 8 തണ്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 21 തണ്ടുകൾ എല്ലാ അനുഗ്രഹവും നമുക്ക് ഒരുമിച്ചായി കിട്ടുമെന്നാണ് വിശ്വസിക്കുന്ന ആളുകൾ. അപ്പോൾ വളരെ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ ലക്കി ബാമ്പു വീട്ടിൽ വെച്ചാൽ ഭാഗ്യമോ പണ അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരുപാട് പേര് ഫംഗ്ഷി വിശ്വാസപ്രകാരം വിശ്വസിക്കുന്നുണ്ട്. എനിക്കും അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ അത് വളരെ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ആകർഷിക്കുന്നു തോന്നിയിട്ടുണ്ട്. അപ്പോൾ വീടിന് നല്ല ഭംഗിയാണ്. ഒരു പച്ചപ്പ് നമുക്ക് കണ്ണിന് കുളിർമയും മനസ്സിന് ആശ്വാസമാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് അന്തരീക്ഷം അനുഭവപ്പെടാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും നല്ലത് കിഴക്ക് ഭാഗത്താണ്. കുടുംബത്തിൻ്റെ ഐക്യത്തിന് കിഴക്ക് ഭാഗത്ത് സെറ്റ് ചെയ്യാൻ നോക്കുക. ഓഫീസിലെ മേശയിലോ സ്വീകരണ മുറിയിലോ വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒഴിവാക്കുക. പിന്നെ ഇരുണ്ട സ്ഥലത്ത് വെക്കാതിരിക്കുക. നല്ല ചൂടുള്ള സ്ഥലത്ത്
വെക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വെള്ളത്തിലോ മണ്ണിലോ വളർത്താട്ടോ. വെള്ളത്തിൽ വളർത്തുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളം മാറ്റാൻ ശ്രമിക്കുക. ഇൻഡയറക്റ്റ് ലൈറ്റ് ഒരു ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ മതി. ഇലകൾ മഞ്ഞാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൂര്യപ്രകാശം കൂടുതലാണെന്ന് മനസ്സിലാക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലക്കി ബാമ്പു വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ചെടിയല്ലേ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ച് നോക്കിയിരുന്നത്. പക്ഷെ വളരെ സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെടികളുടെ തണ്ടുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു. ബൈ ബൈ. പൂമുറ്റം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നേക്കണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ എനിക്ക് എന്തോരം സന്തോഷമാണെന്നോ. താങ്ക് യു. ബൈ ബൈ.